ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1133 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1133 പ്രൈസ് മീ, എന്നെ അഭിനന്ദിക്കൂ. 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒഹാര ഇൻസിഡൻറ്റ്, ആ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. CP9 ചീഫായിട്ടുള്ള സ്പന്ദൈൻ, അയാൾ പ്രസ്സിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ഒഹാരയിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. അതായത് അവിടെ നടന്ന ആ ഒരു ആക്രമണം മുഴുവൻ നിക്കോ റോബിനാണ് ചെയ്തതെന്ന് അവർ പ്രസ്സിനോട് പറയുന്നു. ഒഹാരയിലുള്ള പാവപ്പെട്ട ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന ആ ഒരു കപ്പലും അതേപോലെ തന്നെ ഒരുപാട് മറീൻ ഷിപ്പുകളും എല്ലാം റോബിൻ തകർത്തു എന്നവർ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ കാര്യം പുറം ലോകം അറിയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കാര്യം ഒഹാരയിൽ നടന്നതല്ല, അത്രയ്ക്ക് ബ്രൂട്ടലാണ്. നിക്കോ റോബിൻ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇത് കേട്ട് കഴിഞ്ഞാൽ ട്രോമയിലായി പോവും എന്നൊക്കെ മറീൻസ് പറയുന്നുണ്ട് പ്രസ്സിനോട്. അതേപോലെ തന്നെ റോബിനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ആ വിവരം മറീൻസിനെ അറിയിക്കണം, നേവിയെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും എല്ലാവരും റോബിനെ ആട്ടിപ്പായിക്കുകയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവളെ നേവിക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അവളുടെ ബൗണ്ടി പോസ്റ്റർ നേവി പുറത്തിറക്കുന്നു. അപ്പോൾ റോബിൻ ഫുഡൊക്കെ കഴിക്കുന്നത്, തെരുവിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നതും ഒരുപാട് പേര് അവളെ ഹണ്ട് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നമ്മളെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വരെ കുഞ്ഞു റോബിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവളുടെ അമ്മയുടെ വാക്കുകളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. റോബിൻ ജീവിക്കണം, നീ ജീവിക്കണം എന്ന് അവളുടെ അമ്മ പറയുന്നത് ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോള് അവളോട് പറയുന്ന വാക്കുകൾ അവൾ ഓർക്കുന്നുണ്ട്. നീ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും, നിനക്ക് വേണ്ടി നിൽക്കാൻ ഒരുപാട് ആളുകൾ ഭാവിയിൽ വരും, അതുകൊണ്ട് നീ ജീവിക്കണം എന്നൊക്കെ സോള് പറഞ്ഞ കാര്യങ്ങളും അതെല്ലാം ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിക്കോ റോബിൻ മരിക്കാതെ പിന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എത്ര വിഷമം ഉണ്ടെങ്കിലും ആ ദേറേ ഷീ എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സോള് പറഞ്ഞത്, അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മളെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിച്ച് പോവുകയാണ്. പിന്നെ നമ്മളെ പ്രസൻറ്റ് കാര്യങ്ങളാണ് കാണിക്കുന്നത്. എൽബാഫിൽ അപ്പോൾ 2 ടീംസും തമ്മിൽ കണ്ടുമുട്ടിയല്ലോ. സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒരുമിച്ചല്ലോ. അപ്പോൾ ആ റെയിൻബോ റോഡിൽ കൂടെ വന്നിട്ടുള്ള എൽബാഫ് ഷിപ്പും പിന്നെ അതേപോലെ തന്നെ ഹാജുറുദ്ദീനും പിന്നെ സ്റ്റാൻസനും വന്ന ആ കുഞ്ഞു കപ്പലും അതെല്ലാം അപ്പോൾ അവിടെ ഒരു പോർട്ടിൽ വന്നിട്ടുണ്ട്. പോർട്ടിലേക്ക് വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സീ ക്ലൗഡാണ്, അതിൽ കൂടെയാണത് സഞ്ചരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എൽബാഫിൽ അപ്പോൾ ഇവർ ഞെട്ടുന്നുണ്ട്. ട്രീയുടെ മുകളിൽ ഒരു പോർട്ടോ, ഇതൊക്കെ എന്ത് സംഭവമാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അതായത് ഇവരിപ്പോൾ വന്നിരിക്കുന്നത് പടിഞ്ഞാറൻ ഗ്രാമമാണ്. പടിഞ്ഞാറൻ ഗ്രാമത്തിലെ പോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ഓഷ്യൻ ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്കൈപിയയിൽ കണ്ട പോലെ. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഡോറിയും ബ്രോഗിയും വന്നത് കണ്ടിട്ട് ക്യാപ്റ്റൻസിന് വെൽക്കം പറയുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രോ ഹാറ്റ്സ് എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. ബ്രൂക്കും ഫ്രാങ്കിയും റോബിനും ലിലിത്തും ബോണിയും ജിംബയും ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ലൂഫി ഉസോപ്പും ഒക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ വരുന്ന ആ ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോബോട്ട് ടൈപ്പ് സെറ്റപ്പാണ്. അതായത് മിസ്റ്റ് ഷിപ്പ് എന്നാണ് അതിനെ പറയുന്നത്. സ്വാൾ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആ ഒരു തുഴയാണ്. ആ തുഴയിൽ അവിടുത്തെ ക്ലൗഡ്സിൻ്റെ ആ ഒരു ഫ്ലോട്ടിംഗ് ടെക്നിക്ക് വെച്ചിട്ടാണ് അതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലിലിത്ത് പറയുന്നുണ്ട് ഈ എൽബാഫിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമാണ്. കാര്യം ഐലൻഡ് ക്ലൗഡ്, ഓഷ്യൻ ക്ലൗഡ്, പിന്നെ ആ റെയിൻബോയ്, എല്ലാ ടെക്നോളജിയും പെർഫെക്റ്റ് ആയിട്ട് ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരുമിച്ച് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹാജറുദ്ദീൻ ലൂഫിയെ ഉസോപ്പിനെ കണ്ടപ്പോഴത്തേക്ക് ഹാജറുദ്ദീനൊക്കെ ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എൽബാഫിലേക്ക് എത്തിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നാമി ആണെങ്കിൽ റോബിൻ്റെ ഹെയർ സ്റ്റൈൽ കിടിലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോബിൻ നാമിയെ എടുത്ത് തിരിച്ച് നിങ്ങൾ എൽബാഫിലെ ആ ഒരു കോസ്റ്റ്യൂം എല്ലാം ഇട്ടേക്കുന്നത് കാണാൻ നല്ല രസമായിട്ടുണ്ടെന്ന് പറയുന്നു. ഹാജറുദ്ദീൻ നോക്കിക്കഴിഞ്ഞാൽ ലൂഫിയൊക്കെ അങ്ങ് കയ്യിലെടുത്തു. എന്നിട്ട് ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, നിങ്ങൾ ന്യൂ എംപറർ ഓഫ് സി ആയെന്ന് അറിഞ്ഞു, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ബോസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോ ഹാറ്റ് ഗ്രാൻഡ് ഫ്ലീറ്റിലെ, അതായത് ന്യൂ ജയൻറ്റ് വാരിയർ പൈറേറ്റ്സിലെ ആ ഒരു 4 പേരെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതായത് ഗേഡ്, ഗോൾബർഗ്, സ്റ്റാൻസന്, പിന്നെ ഹാജറുദ്ദീൻ. അപ്പോൾ റോഡിനെ ആണെങ്കിൽ അവിടെ ഒരു കുരിശിൽ ഇങ്ങനെ അടിച്ച് റെഡിയാക്കിയിട്ട് ഒരു കുരിശിൽ ഇങ്ങനെ തറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് 4 അല്ലടാ 5 പേരുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. റോഡിനെ ഇവർ പറഞ്ഞ കൂട്ടത്തിലും കൂട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പിന്നെ തരാം എന്ന് ഹാജറുദ്ദീൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് സബോർഡിനേറ്റ്സിനെ ഒന്നും വേണ്ടാന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഹാജറുദ്ദീൻ പറയുവാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതേപോലെ തന്നെ വാനോയിൽ നിങ്ങൾ ബിഗ് മോമിനെ ഡിഫീറ്റ് ചെയ്ത കാര്യവും അതും ഭയങ്കര വാർത്തയായിരുന്നല്ലോ, അത് അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗേഡ് ആണെങ്കിലും പറയുന്നുണ്ട് ലിൻ, അതായത് ബിഗ് മോം
എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു, പക്ഷേ അവൾ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു കുറ്റമാണ് അവൾ ഇവിടെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കഥയൊക്കെ ഇനിയും പിന്നെ പറയാം, ആദ്യം വല്ലതും കുടിച്ചിട്ടും കഴിച്ചിട്ടും ആവാം, പിന്നെ കഥയൊക്കെ പറയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഒരു കുന്നുപോലെ ആഹാര സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പോയേക്കാമെന്നും പറഞ്ഞിട്ട് അവർ ഭക്ഷണശാലയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ലൂഫി അത് കേട്ടപ്പോഴത്തേക്ക് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറയാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ റോബിന് സോളിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ പൊക്കോളാം എന്നിങ്ങനെ പറയുന്നു. ഉടനെ ലൂഫിയും പിന്നെ ബാക്കി സ്ട്രോ ഹാറ്റ്സിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, ഒരിക്കലും പറ്റില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ വരും, എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ റീയൂണിയൻ കാണണം എന്ന് പറഞ്ഞിട്ട് അവർ സോളിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഗേഡ് പറയുന്നുണ്ട്, സോളിന് റോബിനെ ഇവിടുത്തെ ലൈബ്രറി കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യം താഴെയുള്ള സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ റോബോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ലൂഫിക്ക് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റോബിൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സോള്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഒരു സമയത്ത് അത്രയും കെയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞാൻ അങ്ങോട്ട് തന്നെ ചെന്ന് കണ്ട് അഭിനന്ദിക്കണം എന്നുള്ളതാണ് ലൂഫിയുടെ ഒരു പോളിസി. അതുകൊണ്ട് ഫുഡൊക്കെ രണ്ടാമത്, ഇനിയിപ്പോൾ സോളിനെ കണ്ടിട്ടേ വേറെ കാര്യമുള്ളെന്ന് പറഞ്ഞ് ലൂഫിയും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ നിങ്ങൾ പോയി സോളിനെ വിളിച്ചുകൊണ്ട് വാ, നമ്മളപ്പോഴത്തേക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം, എന്നിട്ട് വന്നിട്ട് നമുക്ക് പാർട്ടി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉസോപ്പ് ചോദിക്കുന്നുണ്ട്, എൽബാഫിലെ വാരിയേഴ്സ് ഇപ്പോൾ പഠിത്തത്തിൽ വളരെ മുൻപിലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം ഇവരിപ്പോൾ സ്കൂളിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഗേഡ് പറയുന്നുണ്ട്, സോൾ അവിടെ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്, ഒരുപാട് ബുക്കൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവരൊരു അരുവിയുടെ അടുത്തേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനെ വാരിയർ സ്പ്രിംഗ് എന്നാണ് ആ അരുവിയെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കരയ്ക്കുള്ള ഒരു കെട്ടിടത്തിനെയാണ് ഔൾ ലൈബ്രറി എന്ന് പറയുന്നത്, അവിടാണ് സോള് ഉള്ളത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അരുവിയോ, ഈ സ്ഥലം കണ്ടിട്ടൊരു ബീച്ച് പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗേഡും പറയുന്നുണ്ട്, ഇതൊരു ബീച്ച് പോലെയാണ്, കാര്യം ആ മരത്തിൻ്റെ പാർട്സൊക്കെ പൊടിഞ്ഞ് ദ്രവിച്ച് ഇങ്ങനെ വീണിട്ട് അതാണ് ആ ബീച്ചിൻ്റെ ആ ഒരു മണൽ പോലെ ആ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഈ അരുവിയിലും തിരമാലകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും തൊട്ട് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഉള്ളത് കൊണ്ട് ആ ഒരു തിരയുടെ കൂട്ടുള്ള ഒരു ഒഴുക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കടലാണല്ലോ എന്ന് സ്ട്രോ ഹാറ്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി നേരെ അങ്ങോട്ടേക്ക് പോവാണ്, വാ നമുക്ക് ഇപ്പം തന്നെ പോയി സോളിനെയും വിളിച്ചുകൊണ്ട് തിരിച്ച് ഫുഡുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ചാടി പോവാണ്. ഉടനെ നാമി ലൂഫിയെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, എടാ നിൽക്കടാ, ഇത് റോബിൻ്റെ റീയൂണിയൻ അല്ലേ, അവളല്ലേ പോകേണ്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ലൂഫി അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. റോബിൻ നേരെ പോകുന്നു. അപ്പോൾ റോബിൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്, കാര്യം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവല്ലേ. ഉടനെ നമ്മൾ മുമ്പ് ഒരു ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, സോള് മറിഞ്ഞു വീണു എന്നും പറഞ്ഞുകൊണ്ടൊരു ജയൻ്റ് ഓടി വന്നു. അപ്പോൾ ആ ജയൻ്റ് ഓടി വരുന്നുണ്ട്, രക്ഷിക്കണം, സോൾ സെൻസെ അവിടെ മറിഞ്ഞു വീണു, എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് സ്ട്രോ ഹാറ്റ്സ് എല്ലാം ഭയങ്കര റൈസായി ഇങ്ങനെ ചാടുകയാണ്. ലൂഫി പറയുന്നുണ്ട്, ഞങ്ങൾ സോളിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നതല്ലേ, ഇപ്പം തന്നെ ഇത് സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റീയൂണിയൻ നടക്കാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ നടന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ചോപ്പർ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടറാ, എവിടെ സോൾ എവിടെ, ഞാൻ പരിശോധിക്കാമെന്ന് പറയുന്നു. ഉടനെ ഉസോപ്പും പറയുന്നുണ്ട്, ചോപ്പർ പെട്ടെന്ന് പോയി അങ്ങേരെ സുഖപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ജയന്റ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ദേ അവിടെ ആ ബീച്ചിൻ്റെ അവിടെ കിടപ്പുണ്ട്, പെട്ടെന്ന് മറിഞ്ഞു വീഴുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ സോൾ അവിടെ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കാര്യം കണ്ടപ്പോഴേ റോബിന് മനസ്സിലായി പുള്ളി പ്രാങ്ക് കാണിക്കുകയാണെന്ന്. അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, ഈ പ്രായത്തിലും ഇങ്ങേരുടെ ഒരു കുഞ്ഞുകളി എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ ഇങ്ങനെ ഞാൻ തന്നെ പൊക്കോളാം, നിങ്ങളാരും വരണ്ടെന്ന് പറഞ്ഞിട്ട് റോബിൻ ചിരിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ ഇതുപോലെയാണ്, ആ സോളിനെ റോബിൻ ഒഹാരയിൽ വെച്ച് മീറ്റ് ചെയ്യുമല്ലോ, അപ്പോഴും ഇങ്ങനെ ആയിരുന്നല്ലോ, സോൾ ആ കടൽ തീരത്ത് ഇങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് റോബിൻ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഗ്രാ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന പരിപാടി, അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നീ സർപ്രൈസ്ഡ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് റോബിനെ കണ്ടിട്ട്. അപ്പോൾ സോളും ഇങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് റോബിനോട് പറയുന്നുണ്ട്, 22 വർഷങ്ങൾക്ക് ശേഷം നിന്നെ കാണുകയല്ലേ, അപ്പം നിന്റെ മുന്നിലേക്ക് എങ്ങനെ വരണമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു, നീ ഇപ്പം അന്നത്തെ ആ കൊച്ചുകുട്ടി അല്ലല്ലോ എന്നൊക്കെ സോള് പറയുന്നുണ്ട്. അപ്പോൾ റോബിൻ പറയാണ്, കാലം ഇത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചിരി ഇതുവരെ മാറിയിട്ടില്ല, ഇപ്പോഴും അതേ വിയേഡായിട്ടുള്ള ചിരി തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ സോൾ ഇങ്ങനെ റോബിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കുകയാണ്, നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ അമ്മ ഒലിവിയെ പോലെ തന്നെ ആയിട്ടുണ്ട്, അവളെ പോലെ തന്നെയാണ് ഇപ്പം നിന്റെ മുഖമൊക്കെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അതേപോലെ സുന്ദരമായിട്ട്. അപ്പോൾ നമ്മൾ ഒലീവിയെ റോബിനും തമ്മിലുള്ള ആ ഒരു പണ്ടത്തെ കോൺവെർസേഷൻ ആ ഫ്ലാഷ് ബാക്കും ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഒലീവിയ റോബിനോട് പറയുന്നത് നമുക്കൊരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സോള് പറയാണ്, നിന്റെ കണ്ണുകൾ ഒലീവിയെ പോലെ തന്നെയാണ്, ആ ഒരു കൈൻഡ്നെസ് നിന്റെ കണ്ണിലും ഉണ്ട് എന്നിങ്ങനെ പറയുന്നു. അതേപോലെ തന്നെ റോബിനോട് ചോദിക്കുന്നുണ്ട്, നീ വെഗാപങ്കിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കേട്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ റോബിൻ പറയുന്നുണ്ട്, ഞാൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല, പിന്നെ പിറ്റേന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ വായിച്ചിരുന്നു എന്നിങ്ങനെ പറയുന്നു. അതായത് വെഗാപങ്ക് ഒഹാരയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോൾ ചോദിക്കുന്നത്. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ, ഒഹാരയിൽ നടന്ന കാര്യങ്ങൾ
എല്ലാം പുറംലോകം അറിയാതെ പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വെഗാപ്പങ്ക് അതെല്ലാം പുറത്ത് കൊണ്ടുവന്നു. അപ്പം ഒഹാരയിലെ ആ ഒരു വോയിസസ് കാര്യങ്ങളെല്ലാം പുറംലോകം അറിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സോൾ പറയുന്നുണ്ട് വെഗാപ്പങ്ക് ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള ഒരു ക്ലാസ് എടുക്കാനൊന്നും പുള്ളി നിന്നില്ല. പക്ഷേ എന്നാലും പറയേണ്ട കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അതിനുവേണ്ടി അയാളുടെ ജീവൻ വരെ അയാൾ റിസ്ക് ചെയ്തു. അത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്ന് സോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ റോബിൻ സോളിൻ്റെ അടുത്ത് പറയാണ് ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ റിസ്ക് ചെയ്തിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒഹാര ഇൻസിഡൻറ്റിൽ സോളിൻ്റെ മുഖത്ത് ഉണ്ടായിട്ടുള്ള ഒരു പൊള്ളലേറ്റ പാടിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് വേദനിച്ചിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ സോൾ ഇങ്ങനെ പറയാണ് ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നതേ ഇല്ല. എന്ന് വെച്ചാൽ ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കടലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ദേഹം ഐസ് ആയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഒഹാരയിൽ ഉണ്ടായ തീപിടുത്തം കാരണം ഐസ് എല്ലാം ഉരുകിപ്പോയി. അങ്ങനെ ഞാൻ കടലിലേക്ക് വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് സോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നീയും രക്ഷപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഈ ലോകത്തുള്ളവർ നിന്നെപ്പറ്റി പറഞ്ഞ് മറീൻസ് നിന്നെപ്പറ്റി പുറത്തു വിട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി. കാര്യം അവർ ചെയ്ത കുറ്റങ്ങളെല്ലാം റോബിൻ്റെ പുറത്ത് കെട്ടിവെച്ച. അപ്പോൾ റോബിൻ പറയുന്നുണ്ട് അതൊക്കെ വിട്, ആ കാര്യങ്ങളൊക്കെ വിട്, അതൊക്കെ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് നല്ല കാര്യങ്ങളെ പറ്റി സംസാരിക്കാം എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് റോബിൻ സോളിനോട് പറയുകയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുന്നോട്ട് ജീവിച്ചു. അപ്പോൾ ഇത്രയും കാലം ജീവിച്ചിരുന്നതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ റോബിൻ സോളിനോട് പറയുകയാണ്. അപ്പോൾ സോൾ ആണെങ്കിൽ റോബിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിന്നെ പിന്നെ അഭിനന്ദിക്കാതിരിക്കുമോ മോളെ, കാര്യം ഈ ലോകം മുഴുവൻ നിന്നെ തുരത്തി ഇത്രയും നാൾ 22 വർഷം, എന്നിട്ട് ഇത്രയും നാൾ നീ സർവൈവ് ചെയ്തു, ഇവിടെ ജീവിച്ചു, നന്നായിട്ട് ജീവിച്ചു, എന്നിട്ട് ഇപ്പം നീ എന്നെ കാണാനും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ റോബിനും സോളും രണ്ടുപേരും ഇങ്ങനെ പൊട്ടിക്കരയാണ്. നിങ്ങളെ എനിക്ക് വീണ്ടും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സോൾ, അത് നടന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം സോളും പറയുന്നത് എനിക്കും നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ കരയാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രോ ഹാറ്റ്സ്, ഉസോപ്പ്, ചോപ്പർ, നാമി, സാഞ്ചി, ഫ്രാങ്കി, ബ്രൂക്ക് എല്ലാവരും പൊട്ടിക്കരയാണ്. ലൂഫിയും സോറോയും അതേപോലെ തന്നെ ജിംബയും മാത്രം ഇങ്ങനെ കല്ല് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ നമ്മൾ ലൂഫിയുടെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ലൂഫിക്ക് സന്തോഷമാണ് അവരുടെ ആ ഒരു റിയൂണിയൻ കണ്ടിട്ട്. ഇങ്ങനെ എപ്പോഴത്തെ പോലെ ലൂഫി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വളരെ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ്. അപ്പോൾ എന്തായാലും ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.